സ്കൂൾ ഒളിമ്പിക്സിൽ ഇന്ന് 25 ഫൈനലുകൾ നടക്കും. ഹഡ്സിൽ ദീർഘദൂര ഓട്ട മത്സരങ്ങൾ, റിലേ മത്സരങ്ങൾ തുടങ്ങിയവയുടെ ഫൈനലാണ് നടക്കാനുള്ളത്. ഓവറോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്ത്. അത്ലറ്റിക്സിൽ പാലക്കാട് തന്നെ മുന്നിൽ തുടരുന്നു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഇന്ന് 25 ഫൈനലുകളാണ് നടക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഇന്ന് 25 ഫൈനലുകളാണ് നടക്കാൻ പോകുന്നത്. ദീർഘദൂര ഓട്ട മത്സരങ്ങൾ, റിലേ തുടങ്ങിയ മത്സരങ്ങളുടെ ഫൈനലായിരിക്കും ഇന്ന് വൈകിട്ടോടെ നടക്കാനുള്ളത്. അതുപോലെ തന്നെ പ്രധാന സ്റ്റേഡിയത്തിലെല്ലാം സെൻട്രൽ സ്റ്റേഡിയത്തിൽ യോഗ, കരാട്ടെ, വടംവലി തുടങ്ങിയ മത്സരങ്ങളും, GV രാജ സ്പോർട്സ് സ്കൂളിൽ ഹോക്കി, വോളിബോൾ, ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങളും ഇന്നുണ്ടാകും. അതുപോലെ തന്നെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും അത്ലറ്റിക്സ് മത്സരങ്ങളും, ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടായിരിക്കും. ഇന്ന് പ്രധാനമായും 25 ഫൈനലാണ് ഇന്ന് വൈകിട്ടോടെ നടക്കാൻ പോകുന്നത്. അതേസമയം തന്നെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ തിരുവനന്തപുരം പോയിന്റ് നിലയിൽ മുന്നേറുന്നൊരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. പോയിന്റ് പട്ടികയിൽ 968 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല. ഇന്നലെ മാത്രം, അല്ലെങ്കിൽ നീന്തൽക്കുളത്തിൽ മാത്രം 38 സ്വർണം ഉൾപ്പെടെ സ്വർണമാണ് തിരുവനന്തപുരം ജില്ല നേടിയത്. ഈ പോയിന്റ് പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ 109 സ്വർണവും 81 വെള്ളിയും 110 വെങ്കലവുമായി 968 പോയിന്റുമായി തിരുവനന്തപുരം ജില്ലയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 49 സ്വർണവും 25 വെള്ളിയും 57 വെങ്കലവുമായി രണ്ടാം സ്ഥാനത്ത് 454 പോയിന്റുമായി തൃശ്ശൂർ ജില്ലയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. കണ്ണൂരാണെങ്കിൽ 39 സ്വർണവും 49 വെള്ളിയും 56 വെങ്കലവുമായി 426 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുമാണ് കണ്ണൂർ ജില്ല. ഈ അത്ലറ്റിക്സ് വിഭാഗത്തിൽ 5 സ്വർണവുമായി പാലക്കാടും 2 സ്വർണവുമായി കോഴിക്കോടുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ 25ലധികം ഫൈനൽ മത്സരങ്ങളുടെ ഫൈനലാണ് നടക്കുന്നത്. പ്രധാന സ്റ്റേഡിയമായ സെൻട്രൽ സ്റ്റേഡിയം, GV രാജ സ്പോർട്സ് സ്കൂൾ, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, ജിമ്മി ജോർജ് സ്റ്റേഡിയം തുടങ്ങിയ സ്റ്റേഡിയത്തിലാണ് ഇന്ന് പ്രധാന മത്സരങ്ങൾ ഉള്ളത്. അതേസമയം തന്നെ ഇന്നലെ നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ 100 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ വേഗറാണിയായി മലപ്പുറത്തിൻ്റെ ആദിത്യ അജിയെയും വേഗരാജാവായി പാലക്കാടിൻ്റെ നിവേദ് കൃഷ്ണയെയും തെരഞ്ഞെടുത്തിരുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിൽ ആദിത്യ അജി 12.11 സെക്കൻഡിലും, നിവേദ് കൃഷ്ണ 100 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ മത്സരത്തിൽ 10.79 സെക്കൻഡിലുമാണ് ഫിനിഷ് ചെയ്തത്. എന്നാലും സംസ്ഥാന ഒളിമ്പിക്സിൽ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല പോയിന്റ് നിലയിൽ കുതിച്ചുയർന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, സ്കൂൾ ഒളിമ്പിക്സിൽ ഇന്ന് 25 ഫൈനലുകൾ നടക്കും. ഓവറോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരമാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. അത്ലറ്റിക്സിൽ പാലക്കാടുമാണ് മുന്നിൽ നിൽക്കുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.